ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഈ മാമ്പഴക്കാലം തീരുന്നതിന് മുന്നേ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. എനിക്കറിയാം നിങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും നമുക്കൊന്ന് നോക്കിയാലോ ഒരിക്കൽ കൂടി. അതെ, മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത്. എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ടുണ്ടല്ലോ ഇവിടെ കുറേ മാമ്പഴമൊക്കെ ഉണ്ട്, പക്ഷേ ഇത്ര ഒന്നും വേണ്ട കേട്ടോ. ചുമ്മാ ഇങ്ങനെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. എല്ലാം കൂടി പുറത്തേക്ക് എടുത്ത് വെച്ചപ്പം നല്ല തേനൂറുന്ന മാങ്ങാപ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3 എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മതി നമുക്ക് കറി വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ചെത്തി കളയോ അല്ലെങ്കിൽ അതിൻ്റെ തൊലി പതുക്കെ ഉരിഞ്ഞെടുത്ത് കളയോ എങ്ങനെ വേണേലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ചെത്തി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങാണ്ടി വേണേലും എടുക്കാമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ വലിയ പിടുത്തമൊന്നുമില്ല, പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ പിന്നെ നമ്മുടെ 3 മാമ്പഴം കൂടെ ചെത്തി നമുക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് ആക്കി വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതാ ഈ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. മാമ്പഴമല്ലേ കരിഞ്ഞു പിടിച്ചെങ്കിലോ. എന്നാൽ പിന്നെ നമുക്ക് അതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 3-4-5 മിനിറ്റ് മതിയാവും, പെട്ടെന്ന് വേവുന്നേ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ, ജീരകം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മുളകുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു 1/4 ടീസ്പൂൺ ഓളം എടുത്തിട്ടുണ്ട്. ജീരകവും അതുപോലെ തന്നെ 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ പോയിട്ട് മുളക്, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട കാരണം കുറച്ച് എരിവേ എടുത്തിട്ടുള്ളൂ, ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ 2 അല്ലിയാണ്, 2 കുഞ്ഞു അല്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല എന്താ പറയുക, വെണ്ണ പോലെ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പം നമ്മൾ അടുപ്പത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന മാമ്പഴം ഒന്ന് നോക്കണം. അപ്പം നമുക്ക് നമ്മുടെ മാമ്പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒരുപാട് ഉടച്ചു കൊടുക്കണമെന്നൊന്നുമില്ല, എന്നാലും ഇളക്കിയപ്പോൾ അത് നല്ല ഉടഞ്ഞുടഞ്ഞ് മാമ്പഴമല്ലേ, അപ്പോൾ ഏകദേശം ആ ഒരു പരുവത്തിലാണല്ലോ വരാറ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേവിക്കാൻ വെച്ച സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതൊക്കെ വഴിയെ ചേർക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ അതാ നമ്മുടെ വെണ്ണ പോലെ അരച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൂടാതെ നമ്മുടെ തേങ്ങ അരച്ച് മിക്സിയുടെ ജാറിലേക്ക് ആ ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ആവാം, അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ആ കൂടുതൽ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് പിന്നീട് നമ്മൾ തൈര് ചേർക്കുമ്പോൾ കുറച്ചെടുത്താലും മതിയാവും. ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് വെള്ളം പോലെ കിടക്കും. പുളിശ്ശേരി എന്ന് പറഞ്ഞാലും അതിന് ഒരു ലിമിറ്റില്ലേ വെള്ളത്തിനൊക്കെ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഇത്തിരി വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഈ മാമ്പഴം വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മുളകും പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഉപ്പാണേലും ആദ്യം ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പതിയെ ഇടയ്ക്കിടയ്ക്ക് ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ വെള്ളം കൂടെ അരപ്പും എല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്തിരി കൂടുതലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈര് ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കുറച്ച് ബാലൻസ് ചെയ്ത് എടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരപ്പും നമ്മുടെ മാമ്പഴം എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നോട്ടെ, അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നോട്ടെ. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ തികച്ചില്ല കേട്ടോ. അപ്പോൾ 1/2 ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴവും നമ്മുടെ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരപ്പിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് കൂടി ഒഴിച്ചു കൊടുത്തോളാം കേട്ടോ. അപ്പോൾ എത്രയാണേലും ആ തൈര് പാത്രത്തിൽ ഇത്തിരിയൊക്കെ ഇതിലേക്ക് പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വെള്ളം കൂടെ ചേർക്കൂലേ. അപ്പോൾ ഞാനും പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വെള്ളം അത് ആ പാത്രം കഴുകി എല്ലാം കൂടെ ചുമ്മാ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൈര് ഒഴിച്ച ഉടനെ തന്നെ ചൂടായതുകൊണ്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ചൂടിൻ്റെ അകത്തോട്ട് നമ്മുടെ തൈര് ഒഴിച്ച് കഴിയുമ്പം തൈരും നമ്മുടെ കറിയെല്ലാം കൂടെ പിരിഞ്ഞ് പോകും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒഴിച്ച് കൊടുക്കുമ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ, അല്ല വെവ്വേറെ ആയി പോവേ. അപ്പം ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നുള്ളുക. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഒരു ലേശം കൂടെ കുറവുണ്ടായിരുന്നുകൊണ്ട് തന്നെ, ലേശം നല്ല ന്യായമായിട്ട് ഇത്തിരി കൂടെ കുറവുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളൂ. പിന്നെ പോയിട്ട് നമ്മുടെ എന്താ പറയുക, ഇതൊന്നും തിളച്ച് വരാൻ പാടില്ല, ചെറുതായിട്ട് ചൂടായി വരാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതിയാവും. അതിൻ്റെ ചൂടിടയ്ക്കൊന്ന് നോക്കിയാൽ മതിയാവും കേട്ടോ. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ചാനൽ, അതായത് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കുണ്ടല്ലോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ 1/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. അതിനായിട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒരു കുട്ടിക്കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ട് കുടുങ്ങും പറഞ്ഞുകൊണ്ട് കടുകൊക്കെ അങ്ങ് പൊട്ടിയിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചുള്ളി
പിന്നെ നമ്മുടെ കറിവേപ്പില, ചുവന്ന മുളക് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ എന്താ പറയുക ചുവന്ന മുളകൊക്കെ എന്തോരം ചേർത്ത് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു വിടുക. എനിക്കറിയാം നിങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നവരൊക്കെ തന്നെയാണ്, എന്നാലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മുടെ കടുകും കൂടെ പൊട്ടിച്ചത് അതിൻ്റെ അകത്തോട്ട് ഒന്നിട്ട് കൊടുത്തു വിടുക. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ആ കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ടിട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് എന്തായാലും ആ കടായിലേക്ക് ഇത്തിരി എന്താ പറയുക എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരിയുടെ കൂട്ട് കുറച്ചെടുത്ത് ആ കടായിലേക്ക് ഒഴിച്ച് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ബാക്കി എണ്ണയും കൂടെ നമ്മുടെ എന്താ പറയുക ഈ പുളിശ്ശേരിയിലേക്ക് തന്നെ പോകുന്നുള്ളൂല്ലോ. വെറുതെ എന്തായാലും അത് കഴുകി കളയത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യുന്നത് കുഴപ്പമില്ല കേട്ടോ. ചെയ്യാറുള്ളതാണ്, എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂട്ടി ഉണ്ണാനായിട്ട് അടിപൊളിയല്ലേ. എന്നാൽ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റാ.